ചപ്പാത്തിയുടെയോ അപ്പത്തിൻ്റെയോ പൊറോട്ടയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന കാടമുട്ട കൊണ്ടുള്ള നല്ല ക്രീമി ആയിട്ടുള്ള ഒരു അടിപൊളി ഡിഷിൻ്റെ റെസിപ്പി നമുക്ക് നോക്കിയാലോ. വെൽക്കം ബാക്ക് ഡിയേഴ്സ്. ഞാനിവിടെ 12 കാടമുട്ട എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് പുഴുങ്ങാനായിട്ട് വെക്കാം. ഇത് പുഴുങ്ങിയതിന് ശേഷം നമുക്കൊരു സൈഡിലേക്ക് ഒന്ന് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഈ ബട്ടർ ഒന്ന് ഉരുകി വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ പൊടിയായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഈ വെളുത്തുള്ളിയുടെ പച്ചമണം ഒന്ന് പോയി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ഒരു വലിയ സവാള പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചെറിയ സവാളയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 എണ്ണം വരെ എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി അതുകൂടി ചേർത്ത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് ഒരുപാട് മൂത്തൊന്നും പോകേണ്ട ആവശ്യമില്ല. അത്യാവശ്യം ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതീയിൽ വെച്ചൊന്ന് മൂപ്പിച്ചെടുക്കാം. നിങ്ങളുടെ ഓരോരുത്തരുടെയും എരിവിനൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് കുരുമുളക് പൊടിയുടെ അളവിലേക്ക് വ്യത്യാസം വരുത്താട്ടോ. ഇനി അതിലേക്ക് നമ്മൾ 1/2 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഗ്രേവിക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ 1/2 കപ്പ് പാല്, അല്ലാന്നുണ്ടെങ്കിൽ 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത് അത്യാവശ്യം ഒന്ന് കുറുകി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് 1/4 കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതീയിൽ വെച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഫ്രഷ് ക്രീം കൂടി ചേർത്ത് ഒന്ന് കുറുകി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള കാടമുട്ട ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. 1 മിനിറ്റ് വരെ മാക്സിമം തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോഴേക്കും ഈ ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകിയൊക്കെ വന്നിട്ടുണ്ടാവും. ഇനി അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 1 നുള്ളു കുരുമുളക് പൊടി കൂടി അതിന് മീതെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഹെർബ് വേണമെങ്കിലും ചേർക്കാവുന്നതാണ് കേട്ടോ. കസൂരി മേത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ചേർക്കാം. അതുപോലെ പാഴ്സ്ലി അങ്ങനെയുള്ള ഏത് ഹെർബ് ആയാലും ചേർക്കാവുന്നതാണ്. ഇത്ര ഉള്ളൂ നല്ല അടിപൊളിയായിട്ടുള്ള ക്രീമി ആയിട്ടുള്ള ഗാർലിക് ഫ്ലേവറുള്ള കാടമുട്ടയുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണേ.